ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നൊരു വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട് കാണും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും വാട്സപ്പ് DP നോക്കിയാലൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഈസി ആയിക്കൊണ്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. നോർമലി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. പക്ഷേ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അതായത് അത്രയും ക്വാളിറ്റി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സാർട്ടൊക്കെ വേണ്ടി വരും. പക്ഷേ പിക്സാർട്ടിൽ വന്നിട്ട് കുറേ നേരം നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേർക്കും അധികം നേരം എഡിറ്റ് ചെയ്യുന്ന ഇഷ്ടമാകില്ല. ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും സിമ്പിൾ ആയിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ മോഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാട്ടർമാർക്ക് ഉള്ളതാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ഇല്ലാത്ത വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മോഡ് വേണം ഡൗൺലോഡ് ചെയ്യാൻ. ക്രോം ബ്രൗസറിൽ പോയിട്ട് ടൂൺ ആപ്പ് മോഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ടൂൺ ആപ്പ് പ്രോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അത് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ. ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേ സ്റ്റോർ ലിങ്ക് ആണ്. അതിൽ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാട്ടർമാർക്ക് ഉള്ളതാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഹെഡ് പോർഷൻ മാത്രം മതി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇതിൻ്റെ മോഡ് വെർഷൻ ക്രോം ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ്ലി എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിലും വാട്ടർമാർക്ക് ഇല്ലാതെ എഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രോ വെർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോം ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുത്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോ വെർഷൻ ക്രോം ബ്രൗസറിലുമായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേമാതിരി എറൈസായി വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട് വെക്കാവുന്നതാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ള കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ മുകളിലായിട്ട് സൈഡിൽ കാണുന്നൊരു എറൈസ് ബട്ടൺ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ലെങ്ത് എന്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഞാൻ എടുത്തപ്പോൾ ആ ഒരു ഭാഗം നല്ല രീതിയിൽ പെട്ടിട്ടില്ല. താഴെ ജസ്റ്റ് നിങ്ങൾക്ക് ബ്ലറും എന്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ അടിക്കാനുണ്ടാകും. അപ്ലൈ അടിക്കുക. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ട്രെൻഡിങ് കളിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഹെഡ് പോർഷൻ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹെഡിൻ്റെ ആ ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇത് വിസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കാണുന്ന ആ ഒരു എഡിറ്റിങ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ഹെഡിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എത്തിക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഷർട്ടിൻ്റെ ആ പോർഷനായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഷർട്ടിൻ്റെ പോർഷൻ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഞാനിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ കഴുത്തിൻ്റെ ഈ ചെറിയൊരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. എന്നാലും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മാക്സിമം ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നോക്കുന്ന ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ തിക്നെസ്സും ബ്ലറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ എന്ത് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ സേവ് അടിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ആദ്യം കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ വരണമെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് വരിക. ഇതിന് സൂം ഔട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ലുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സിമ്പിളായിട്ടുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ആവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഉള്ള മിഷിലോട്ട് മാറ്റാൻ നമ്മുടെ ചാനൽ വരുന്ന പുതുപുത്തൻ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ.